الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأكلا منها فبدت لهما سوآتهما فطفقا يقصفان عليهما من ورق الجنة فعصى آدم ربه فغوى. പരിശുദ്ധ ഇസ്ലാമിന്റെ വളവും തിരിവുമില്ലാത്ത മനുഷ്യ പ്രകൃതിക്ക് അവന്റെ കഴിവുകൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാമിലെ മഹത്തായ പെരുമാറ്റ മര്യാദകളും ആദ്യമായി സൃഷ്ടാവിന്റെ പടച്ചവന്റെ കിതാബായ വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവന്റെ പ്രവാചകന്റെ ഖുർആൻ വിവരണങ്ങളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം എവിടെ വെച്ച് എപ്പോൾ ഏത് സ്വഭാവത്തിൽ നമ്മെ പിടികൂടിയാലും പടച്ചവന്റെ യഥാർത്ഥ അടിമകളായി ദാസന്മാരായി ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ചു മരിക്കാൻ ആദ്യം എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. മുസ്ലിം സമുദായം ഏറ്റവും ഉത്തമ മാതൃകാ സമുദായമായി തീരാൻ വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവ് തന്നെ നമുക്ക് നൽകുന്ന മഹത്തായ പെരുമാറ്റ മര്യാദകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു വരുന്നത്. അതിൽ ഒരു വ്യക്തിയോട് നാം സാമ്പത്തികമായി കടം വാങ്ങിയാൽ കടക്കാരായ നമുക്ക് മുതലാളിയോടുള്ള ഇസ്ലാമിലെ മഹത്തായ പെരുമാറ്റ മര്യാദകളെക്കുറിച്ചാണ് നാം വിശദീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ധനത്തിന്റെ ഉടമസ്ഥന് മുതലാളിക്ക് കടക്കാരോടും ചില മഹത്തായ പെരുമാറ്റ മര്യാദകൾ വിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്.
അതിൽ പ്രധാനപ്പെട്ടത് സൂറത്ത് അൽ ബഖറയില് അള്ളാഹു തന്നെ പറഞ്ഞ് വൈൻകാന ദോ ഉസ്റത്തി ഫനളിറത്തും ഇലാ മൈസറത്തിൻ വൻ തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങളോട് സാമ്പത്തികമായി കടവാങ്ങിയ വ്യക്തി അയാൾക്ക് പറഞ്ഞ അവധിക്ക് ആ സംഖ്യ തരാൻ സാധിക്കാതെ ഞെരുക്കം പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ ഫനളിറത്തും ഇലാ മൈസറത്തിൻ, അയാൾ ചോദിക്കുക താങ്കൾക്ക് ഏത് അവധിക്കാണ് അത് തരാൻ സാധിക്കാന്ന് ചോദിക്കാം. എന്നിട്ട് അവൻ പറയുന്ന അവധി വരെ നിങ്ങൾ അവന് നീട്ടിക്കൊടുക്കണം, അവധി നീട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു. ശേഷം പറയാണ് വാൻ തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. പക്ഷേ യാഥാർത്ഥ്യം ശരിക്കും നിങ്ങൾ അറിയുകയാണെങ്കിൽ അവന് അവധി നീട്ടിക്കൊടുക്കലുമല്ല നല്ലത്. അതിനേക്കാൾ ഉത്തമം നിങ്ങൾ ആ മൂലധനം സംഖ്യ അവനങ്ങോട്ട് ധർമ്മം ചെയ്ത് ദാനധർമ്മം ചെയ്യലാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ള പറയാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞതിൽ ധാരാളം മാനസികമായ മനഃശാസ്ത്രം, ധാരാളം തത്വങ്ങൾ പഠിച്ചാൻ കുത്തി നിറച്ചിട്ടുണ്ട്. കാരണം സ്നേഹിതന്മാര് ഇന്നിപ്പോ നമ്മളാണ് മുതലാളി, നമ്മോട് വേറൊരുത്തൻ കട വാങ്ങിയേക്കാണ്. പക്ഷേ പടച്ചോൻ വിചാരിച്ചാല് ഒരു നിമിഷം കൊണ്ട് നമ്മള് ദരിദ്രനാവുകയും മറ്റൊരുവനോട് കട വാങ്ങേണ്ടി വരികയും ചെയ്യും. അങ്ങനെ നമുക്ക് അവസ്ഥ ഉണ്ടായാല് നമ്മൾക്ക് പറഞ്ഞ അവധിക്ക് കൊടുക്കാൻ സാധ്യമല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാൻ അവധി നീട്ടിത്തരാനല്ല. അയാൾ എത്ര സമ്പന്നനാണ്, ഞാൻ വാങ്ങിയ ആ 10,000 രൂപ അല്ലെ 50,000 രൂപ അയാൾക്ക് എനിക്ക് ഇളവ് ചെയ്തു തന്നൂടെ, ദാനധർമ്മം ചെയ്തു തന്നൂടെ എന്നായിരിക്കല്ലോ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ആ നിലക്കാണ് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ അവധി നീട്ടിക്കൊടുക്കലല്ല ഉത്തമം. അയാൾ ശരിയായ നിലക്ക് കാരണം കൊണ്ട് തന്നെയാണ് അയാൾക്ക് ആ സംഖ്യ അയാൾ ദൂർത്തടിച്ചതൊന്നല്ല, വഞ്ചനയും ചതിയും നടത്തിയതുമല്ല. നേരെ മറിച്ച് അനിവാര്യമായ പ്രശ്നത്തിന് കടം വാങ്ങിയതാണ്, അയാൾക്ക് തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമ്മളൊരു ദാനധർമ്മമായി ഒരു സദക്കയാൾക്ക് വിട്ടുകൊടുക്കുക. ഇനി അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ സക്കാത്തിന്റെ വകുപ്പിലേക്ക് അതൊരു നിശ്ചിത സംഖ്യ 1/3 കൂടുതലാവാത്ത നിലക്ക് അത് അങ്ങോട്ട് വിട്ടുകൊടുത്താലും നേർക്കുനേരെ വിട്ടുകൊടുത്താലും പടച്ചവൻ അത് അംഗീകരിക്കുന്നതാണ്. കാരണം കടബാധ്യതയുള്ളവർക്ക് സക്കാത്തുന്ന ഒരു വിഹിതം 8 വിഭാഗത്തുള്ള പറഞ്ഞ് അതിലൊന്ന് വരിമിനാലേഹ കടക്കാരാണ്. അപ്പൊ നമ്മളുമായിട്ട് ഉടമസ്ഥനുമായിട്ട് കടക്കാരനായിട്ടുണ്ടെങ്കിൽ പൊതുവെ സക്കാത്തിന്റെ സംഖ്യ വ്യവസ്ഥാപിതമായ സെല്ല് കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിലും ഞാൻ മുമ്പ് ഉണർത്തിയതുപോലെ ആ സക്കാത്തിന്റെ വകുപ്പിൽ 1/3 നേർക്ക് നേരെ തന്നെ വിതരണം ചെയ്യാനൊരു അളവ് ഇസ്ലാം മതം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കുകയും ചെയ്യാൻ നമുക്ക് അങ്ങനെ ആ മനുഷ്യന് ആ കടക്കാരനൊരു കടാശ്വാസം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കാണുന്നത്. എല്ലാ ഭൗതിക ഗവൺമെന്റും കടാശ്വാസം ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പല കർഷകന്മാർക്കൊക്കെ കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഭൗതിക ഗവൺമെന്റ് തന്നെ കടാശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ സ്നേഹിതന്മാരെ വിശുദ്ധ ഖുർആന് എത്രയോ മുമ്പ് നമ്മുടെ മതം ഇസ്ലാം മതം അതൊക്കെ ഊന്നിപ്പറഞ്ഞ മതവുമാണ്. അപ്പൊ അത് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചും കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു മൻ അള്ളറ മോസിറൻ ഔ വല അൻഹു, വല്ലവനും ഒരു കടക്കാരന് ഞെരുക്കമുണ്ടായി, അങ്ങനെ ഞെരുക്കമുണ്ടായാൽ അവധി അവന് താമസിപ്പിച്ച് നീട്ടിക്കൊടുത്ത് ഔ യളവനൊരു ഡിസ്കൗണ്ട് ആ സംഖ്യ വേണ്ട എന്നാണ് വെച്ച് കഴിഞ്ഞാൽ അവല്ലഹുല്ലാഹു യൗമൽ ഖിയാമ, പടച്ചവന് അവന് പ്രത്യേക നിയലുകളും പടച്ചവന്റെ തണലുകളും പടച്ചവന്റെ രക്ഷയും കാവലൊക്കെ അവന് പരലോക ദിവസത്തിന് അന്ത്യദിനത്തിൽ പടച്ചവന്റെ നിയലുകൾ അവന് നൽകുക, നിയലിട്ട് കൊടുക്കുന്നതാണ് എന്നുവരെ പ്രവാചകൻ നമ്മളെ ഉണർത്തുകയാണ്. അതുവരെ മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഈ കടാശ്വാസത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ് കാന റജുലും ഫീമൻ കാന ഖബിലക്കും, നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനുണ്ടായിരുന്നു,
യുദായിനുന്നാസ, അയാള് ഈ ദരിദ്രന്മാർക്കൊക്കെ കടം കൊടുക്കും, എന്നിട്ട് അവരെ കച്ചവടമൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ കടം കൊടുത്ത് ദരിദ്രന്മാരെ സഹായിക്കാറുണ്ട്. ഫൈദ നളറ മുഅ്സിറൻ, അങ്ങനെ തന്നിൽ നിന്ന് കടം വാങ്ങിയവരോട് അവധിക്ക് ആ സംഖ്യ ആവശ്യപ്പെടുന്ന സമയത്ത് അയാൾ ഞെരുക്കമുള്ളവനാണ്, പ്രയാസമുള്ളവനാണ്, അയാൾ വഞ്ചകനല്ല, ധനം ദൂർത്തടിച്ചതുമല്ല, അയാളെ കഴിവപ്പെടാത്ത വിപത്ത് കാരണം അയാൾക്ക് ആ സംഖ്യ തിരിച്ചു തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫഖാലി ഫിതിയാനിഹി, ആ മുതലാളി തന്റെ തൊഴിലാളികളോട് പറയും, നിങ്ങൾ അയാളോട് ആ സംഖ്യ ഈടാക്കേണ്ട ആവശ്യമില്ല, ജപ്തി ചെയ്യൊന്നും നിങ്ങൾ ചെയ്യരുത്. അയാളെ ജപ്തി ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, അയാൾക്ക് ആ സംഖ്യ നിങ്ങൾ വിട്ടുകൊടുക്കുക. തജാവസു അൻഹു, നിങ്ങൾ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ലഅല്ലല്ലാഹ യതജാവസു അന്ന, ഞാനും കുറെ പാപങ്ങളും പാളിച്ചകളൊക്കെ എന്നിൽ വന്നിട്ടുണ്ട്, പടച്ചവൻ എനിക്കും എന്റെ പാപങ്ങളെ വിട്ടുവീഴ്ച ചെയ്തേക്കാമെന്ന് അയാൾ പറയും. ഫജവസല്ലാഹ്, അപ്പൊ അള്ളാഹ് എന്ത് ചെയ്ത് ആ മനുഷ്യന് അയാളുടെ ചില പാപങ്ങളിൽ നിന്നൊക്കെ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അപ്പൊ ഈ ഒരായത്തിൽ നിന്നും പ്രവാചകന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് ആ സംഗതി വളരെ വ്യക്തമായി എന്ന് പറഞ്ഞാൽ കടാശ്വാസം ചെയ്തു കൊടുക്കേണ്ടത് വിഷയത്തിന്. അത് പ്രത്യേകിച്ച് സ്നേഹിതന്മാരെ അമുസ്ലിങ്ങളാണ് നമ്മളിൽ നിന്ന് കടം വാങ്ങിയതെങ്കിൽ ഏറ്റവും നല്ല പെരുമാറ്റം അവരോട് നമ്മൾ പെരുമാറുക. അങ്ങനെ ഒരു പക്ഷേ ഒരു വേള അവൻ ഇസ്ലാമിലേക്ക് തന്നെ വരാൻ സാധിച്ചു വരും. കാരണം ഞാൻ പല മുസ്ലിങ്ങളോട് കടം വാങ്ങിയിട്ടുണ്ട്, മുസ്ലിങ്ങളോടും കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം മുതലാളിമാര് നല്ല സമീപന ശൈലിയിലാണ് എന്നെ സമീപിച്ചത്, പലപ്പോഴും ഞെരുക്കണ്ടായപ്പം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ വരുമ്പം സ്വാഭാവികമായും അയാൾ ഇസ്ലാമിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ തന്നെ കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പൊ ഇതൊക്കെ അമുസ്ലിങ്ങളുമായി നമ്മൾ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പം മുസ്ലിങ്ങളെക്കാളും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. നമ്മൾ ആ വിഷയത്തിൽ ഒരിക്കലും ഒരു മോശമായ പെരുമാറ്റം, ഒരു കഠിനമായ ആ മനസ്ഥിതിയോടുകൂടി സമീപനത്തോടുകൂടി പെരുമാറാതിരിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ നമ്മുടെ മതം തന്നെ വിഷയം ഊന്നി പറഞ്ഞതാണ് എന്ന നിലയ്ക്ക് നമ്മൾ സമീപിക്കാം. ഇനി സ്നേഹിതന്മാര്, ഇസ്ലാം വലിയൊരു പ്രശ്നമാണല്ലോ, മുതലാളി തൊഴിലാളി പ്രശ്നങ്ങൾ. ഇവിടെയും ഇസ്ലാം മതം ഏറ്റവും നല്ല പെരുമാറ്റ മര്യാദകൾ ഇസ്ലാം മതം നിർദ്ദേശിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ അഅ്തുൽ അജീർ അജ്റഹു ഖബല യജിഫ അർഖുഹു, ഒരു തൊഴിലാളിക്ക് അവന്റെ വിയർപ്പ് വച്ചണ മുമ്പ് തന്നെ അവന്റെ ശരിയായ വേതനം, അവന്റെ കൂലി നിങ്ങൾ കൊടുക്കണം. ഒരിക്കലും അവന് ആ അവധിക്ക് കൂലി കൊടുക്കാതെ അവനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മുടെ അറബികളൊക്കെ ഇങ്ങനെ നബിവചനം കേട്ടിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടതാണ്. കാരണം അറബികളെ കീഴിൽ ഇവിടുന്നൊക്കെ പണയം വളരെ കഷ്ടപ്പെട്ടൊക്കെ പോയി ഒരു അറബിന്റെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ശമ്പളം കൊടുക്കാതെ, പറഞ്ഞ വേതനം കൊടുക്കാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കലാണ്. ചിലപ്പോൾ അമുസ്ലിങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. അമുസ്ലിങ്ങളാവുമ്പം പ്രത്യേകിച്ച് ശമ്പളം കുറച്ചും കൂടി കൂട്ടിക്കൊടുത്ത് ആ അറബിന്റെ വശ്യമായ പെരുമാറ്റം, മാന്യമായ പെരുമാറ്റം കണ്ട് ഇസ്ലാമിനോടൊക്കെ മതിപ്പുണ്ടാകുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ തൊഴിലാളികൾക്ക് അവരെ വേതനം സമയത്തും ആ പറഞ്ഞ വേതനമൊക്കെ കൊടുക്കാതിരിക്കല് വലിയ ഉൽമാണ്, അക്രമമാണ് എന്ന് പ്രവാചകൻ നമ്മളെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സലാസത്തുൻ അന ഹസ്മുഹു യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകൾ, അവർക്കെതിരെ ഞാൻ തന്നെ കേസ് ഏറ്റെടുത്തിട്ട് പടച്ചോന്റെ കോടതിയിൽ ഞാൻ അവർക്കെതിരെ ബാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആർക്കെങ്കിലും എതിരായി വാദിച്ചു കഴിഞ്ഞാലും അവനെ പരാജയപ്പെടുത്തി നരകാഗ്നിയിൽ വീഴ്ത്തുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞത് റജുലുൻ ഇസ്തഅജറ അജീറൻ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൂലിക്ക് വിളിച്ച് എന്നിട്ട് ഇസ്തൗഫ അമലുഹു, അവന്റെ ജോലി പരിപൂർണമായി ചെയ്യിപ്പിച്ച്. ചിലപ്പോൾ കർഷകന്മാരാണെങ്കിൽ മുതലാളി പാടത്ത് തന്നെ കൊടിഞ്ചൂടിയിരിക്കും, എന്നിട്ടൊരു വിശ്രമം വരെ കൊടുക്കാതെ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ വിശ്രമിക്കാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പരിപൂർണമായി ചൂഷണം ചെയ്യാണ്, തൊഴിൽ ചെയ്യിക്കാണ്. പക്ഷെ കൂലി കൊടുക്കുന്ന സമയത്തോ പല യസ്തൗഫി അജ്റഹു, അവന്റെ പ്രതിഫലം അവന് പൂർത്തിയാക്കി കൊടുക്കുകയുമില്ല എന്ന് പറയുകയാണ്. ഇത്തരം ആളുകൾക്കെതിരെ ഞാൻ അള്ളാന്റെ മുമ്പിൽ കോടതിയിൽ ഞാൻ വാദിച്ചിട്ട് അവരെ നരകാഗ്നിയിൽ വീഴ്ത്തുമെന്ന് വരെ പ്രവാചകൻ പറയാണ്. യാതൊരു വിമർശനമില്ലാത്ത വളരെ പ്രസിദ്ധമായ സനദിലൂടെ പരമ്പരയിൽ വന്ന ഒരു ഹദീസാണിത്. അപ്പൊ ഈ വിഷയം ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഇബ്സാസം പറഞ്ഞ് മാ ഹഫഫ്ത അൻ ഖാദിമിക ഫവലക സദഖത്തുൻ എന്ന് ഇബ്സാസം പറയാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പണിക്കാർ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി എല്ലാ ജോലിയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല.
നബ്സാസം പറയുന്ന തൊഴിലാളിക്ക് ഇനി അമലിൽ കുറവ് വരുത്തി കൊടുക്കുന്നത്, ഇളവ് വരുത്തുന്നത് അതൊക്കെ ദാനധർമ്മവും പരലോകത്തിന് പുണ്യം കിട്ടും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഒരിക്കൽ സ്നേഹിതന്മാരെ പ്രഗത്ഭ സഹാബിയായ അബൂദറുൽ ഗിഫാരി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഒരാൾ ചെന്ന്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ സ്വയം ഗോതമ്പിന്റെ പൊടി ചപ്പാത്തി സഹാബി ഉണ്ടാക്കുകയാണ്. ആ വന്ന ആള് പറഞ്ഞു, താങ്കൾക്കൊരു വേലക്കാരനുണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ പോയി? താങ്കൾ എന്നെ ഈ ചപ്പാത്തി അല്ലെ ഹുബുദ് താങ്കൾ എന്നെ എന്താ അടുക്കളയിൽ പോയി തയ്യാറാക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ആ സഹാബി വരിയാൻ പറഞ്ഞത്, ഞാൻ ആ വേലക്കാരനെ ഒരു ജോലിക്ക് വേണ്ടി അങ്ങാടിയിലേക്ക് വിട്ടതാണ്. ഈ ജോലി ഞാൻ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ, അപ്പൊ 2 ജോലിയും ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എന്റെ ഒരു ജോലിക്ക് വേണ്ടി എന്റെ ആ അടിമനെ, ആ വേലക്കാരനെ ഖാദിമിനെ അങ്ങാടിയിലേക്ക് വിട്ടപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ജോലി ഞാൻ ചെയ്യാണെന്ന് പറഞ്ഞു. നോക്കി, നിങ്ങൾ ഇസ്ലാമിന്റെ മാതൃക അതാണ് എന്ന് പറഞ്ഞ അവൻ തന്നെ വരട്ടെ എന്നാണ് ഈ സഹാബി വരെയും കാത്തിരിക്കല്ല. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരമാവധി ചൂഷണം ചെയ്യാൻ ശ്രമിക്കല്ല വേണ്ടത്. പരമാവധി ജോലി ഭാരം കുറച്ചു കൊടുക്കണം. ആ ജോലി ഭാരം കുറച്ചു കൊടുക്കല് അത് വലിയൊരു പുണ്യമാണ്, സദക്കയാണ് എന്ന് വരെ പ്രവാചകൻ നമ്മെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സ്നേഹിതന്മാരിൽ കൂലി പൂർത്തിയാക്കി കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു തൊഴിലാളിക്ക് 250 റുപ്യാണ് കൊടുക്കുന്നത്. എന്നാ ഖിയാമത്ത് വരെ 250 റുപ്യ കൊടുക്കാന്നല്ല. അതും മുസ്ലിം പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ചരക്കിനൊക്കെ വില കൂടുകയാണ്, സാധനത്തിനൊക്കെ വില കൂടുകയാണെങ്കിൽ തൊഴിലാളികൾ ചുവന്ന കൊടി എടുത്തുങ്ങാണ്ട് സമരം നടത്താൻ അവസരം സൃഷ്ടിക്കാതെ മുതലാളി എന്നെ ചിന്തിക്കാൻ ഇബ്സാസം പറഞ്ഞ് എന്റെ ധനത്തിൽ അവന്റെ വിയർപ്പിന് പങ്കുണ്ട്. അതുകൊണ്ട് ആ സംഗതി നിങ്ങൾ മനസ്സിലാക്കണം. അവ കൂടുതൽ ലാഭം ഫാക്ടറിക്ക് കിട്ടുകയാണ്, അല്ലെ തൊഴിൽശാലയ്ക്ക് കൂടുതൽ ലാഭം ലഭിക്കുകയാണെങ്കിൽ തൊഴിലാളികൾ സമരം നടത്താതെ തന്നെ ആ കാലഘട്ടത്തിനനുസരിച്ച് വസ്തുക്കൾക്ക് തീവില കൂടൊക്കെയാണെങ്കിൽ ശമ്പളം കൂലിയൊക്കെ ആ യജമാന ഉടമസ്ഥൻ സ്വയം കണ്ടറിഞ്ഞു കൊടുക്കണം. അതും വേതനം പൂർത്തിയാക്കി കൊടുക്കുക എന്നതിന്റെ പരിധിയിൽ പെടുമെന്നുണർത്തുകയാണ്. അല്ലാതെ നമ്മൾ വിചാരിച്ച മാതിരി ഒരു 5000 റുപ്യാണ് തൊഴിലാളിക്ക് ഉദ്യോഗസ്ഥന് ശമ്പളം നിശ്ചയിച്ചെങ്കിൽ അതായത് ഇന്നൊരു 10-20 കൊല്ലം കഴിഞ്ഞാലും ആ സംഖ്യ തന്നെ കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് അവസാനം അവർ സമരം നടത്താനും ഒക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ഗവൺമെന്റ് കണ്ണു തുറക്കുക. അങ്ങനെയല്ല വേണ്ടത് എന്നർത്ഥം. കാരണം ഗവൺമെന്റ് പാർലമെന്റിലും അസംബ്ലിയിലും ഈ അഭിപ്രായ വ്യത്യാസമല്ലാതെ പാസ്സാക്കണ ബില്ല് ഏതാണ്? ഓൽക്ക് ശമ്പളം കൂട്ടണത്, ഓൽക്ക് TA കൂട്ടണത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ എത്ര ഇരട്ടിയാണ് പാർലമെന്റിൽ MP-മാർക്ക് ശമ്പളം കയറ്റിയത്? 5 ഇരട്ടിയൊക്കെയാണ് ഏറ്റുന്നത്. അതിനാർക്കും ചിലർക്ക് അത് പോരാന്നുള്ളിടത്തേക്കാണ്. അപ്പൊ അതേ സമയത്തോ നാട്ടിൽ പെട്രോളിന് വില കൂടുകയാണ്, മറ്റിനൊക്കെ വില കൂടുന്ന സമയത്ത് തൊഴിലാളികളൊക്കെ ചരക്കിനൊക്കെ വില കൂടുകയാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും മുതലാളിയൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ട് ആ കൂലി പൂർത്തിയാക്കി കൊടുക്കണമെന്ന് പറയാണ്. അതോടൊപ്പം തന്നെ സ്നേഹിതന്മാരും തൊഴിലാളികളായ നമ്മൾ മുതലാളിയോട് എങ്ങനെ പെരുമാറണം അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഇന്ന ഖൈറ മനിസ്തജർത അൽ ഖവിയുൽ അമീൻ. നമ്മളൊരു തൊഴിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് യോഗ്യത ഉള്ളതായിരിക്കണം. കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ഡോക്ടർ ആകുക, എഞ്ചിനീയർ ആകുക, അല്ലെ തനിക്ക് സാധിക്കാത്ത ജോലി ഏറ്റെടുക്കുക, അത് പാടില്ല. ഒന്നാമത് കവിയാവണം, യോഗ്യനായിരിക്കണം. രണ്ടാമത് യോഗ്യനായാൽ മാത്രം പോരാ, അമീനുൻ വിശ്വസ്തനുമായിരിക്കണം. എന്നെ കൊണ്ടിന്ന തൊഴിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 250 റുപ്യ ജോലി ശമ്പളം കൂലി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുതലാളിന്റെ സ്വത്തുമക്കും മുതലാളിന്റെ കാറുമൊക്കെ നോക്കേണ്ട ആവശ്യമല്ല, ഞാൻ ആത്മാർത്ഥമായി എന്റെ ജോലി ചെയ്യട്ടെ എന്ന ചിന്താഗതി തൊഴിലാളിക്കുണ്ടാണോ? പിന്നെ വിശ്വാസം പറഞ്ഞെന്താ? തൊഴിലാളിക്ക് വിയർപ്പ് മാറ്റുന്ന മുമ്പ് കൂലി കൊടുക്കണമെന്നാ. പക്ഷെ ഇന്നത്തെ നമ്മുടെ തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി ചെയ്താലും വിയർപ്പ് സ്നേഹിതന്മാര് വിയർക്കാതെ തൊഴിലാളികളല്ലേ? പ്രവാചകന്റെ ഹദീസിൽ അവന്റെ വിയർപ്പ് വറ്റുന്ന മുമ്പ് വേതനം കൊടുക്കണമെന്നാണ് റസൂല പറഞ്ഞത്. പക്ഷെ എന്തെങ്ങനെ വിയർക്കണുണ്ടോ? അപ്പം തൊഴിലാളികൾ എന്ത് വിചാരിക്കാണ്? മുതലാളിയല്ലേ, അവന്റെ വർഗ ശത്രുവാണ്, അതുകൊണ്ട് അവനോട് എങ്ങനെ നെറികേടാവാം എന്നും വിചാരിക്കരുത്. ഇതൊക്കെ എനിക്ക് പരലോകത്തിൽ വിശ്വാസമാണ്. തൊഴിലാളി ആത്മാർത്ഥമായി തന്റെ മുതലാളിയോടുള്ള കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് കൂലി കിട്ടുമെന്നൊക്കെ വിശ്വാസം പറഞ്ഞ ഹദീസുകൾ ധാരാളം വചനങ്ങൾ സ്ഥിരപ്പെട്ട് വന്നിട്ടുമുണ്ട്. അവ തൊഴിലാളികളും അത് ശ്രദ്ധിക്കണം. വളരെ ആത്മാർത്ഥമായി ചതിയും വഞ്ചനയൊന്നുമില്ലാതെ താൻ ഏറ്റെടുത്ത ജോലി ശരിയായി നിർവഹിക്കുക എന്നുള്ളത് അതിന്റെ ഗൗരവം മറ്റൊരിക്കൽ വിശ്വാസം പറഞ്ഞ് അൽ ഖായിനു ഫിന്നാരി സയ്യിൽ മംലക്കത്തി. താൻ ഏറ്റെടുത്ത ജോലി ഉണ്ടല്ലോ, ആ താൻ ഏറ്റെടുത്ത ജോലിയിൽ അത് വഞ്ചന നടത്തുന്നവന് നരകത്തിലാണ്, അവൻ വഞ്ചകനാണ്, അവൻ നരകത്തിലാണെന്ന് പറയാണ്. അവൻ അധ്യാപകനാണ്, ആരും തിരിഞ്ഞു നോക്കാതെ സ്കൂളാണ്, A യും D ഒന്നും തിരിഞ്ഞു നോക്കലില്ല.
എങ്കിലും ശമ്പളത്തെ വിചാരിച്ചിട്ടല്ല ആത്മാർത്ഥമായി തന്റെ ജോലി നിർവഹിക്കുക. കാരണം പടച്ചവൻ ചോദ്യം ചെയ്യും, ഇതിനെക്കുറിച്ചുള്ള വിചാരം ഉണ്ടാവണം. നേരെ മറിച്ച് അങ്ങനെയല്ല, 1-ാം തീയതി വരാൻ വേണ്ടി അല്ലെ ശമ്പളത്തിന്റെ ദിവസം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാന്നല്ലാതെ തന്റെ തൊഴിലിനോട് ഒരു ആത്മാർത്ഥതല്ല. അപ്പൊ അത് നബിസ്വല്ലല്ലാഹു പ്രത്യേകം ഉണർത്തുകയാണ്. തൊഴിലാളികൾ വിശ്വസ്തന്മാരായിരിക്കണം, ഒരിക്കലും വഞ്ചന നടത്തരുതെന്ന് പറയാം. ഈ ഇസ്ലാമിന്റെ നിർദ്ദേശം ശ്രദ്ധിച്ച് സ്നേഹിതന്മാര്, തൊഴിലാളി മുതലാളി പ്രശ്നം ഉണ്ടാവുക. ഇപ്പൊ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് പെട്ടെന്ന് ഫാക്ടറി പൂട്ടിയിടേണ്ടി വരികയാണ്, ലാഭം കുറയാണ്. പ്രധാന കാരണം നോക്കിയാൽ ആത്മാർത്ഥതയുള്ള തൊഴിലാളികളെ വളരെ ചുരുക്കമായിരിക്കും തൊഴിലാളികൾ. അപ്പൊ അതാണ് നഷ്ടത്തിന് പ്രധാന കാരണം നമുക്ക് മനസ്സിലാവും. അതേ സമയത്ത് ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊണ്ട തൊഴിലാളികളാണെങ്കിൽ 10 തൊഴിലാളികൾ വേണ്ട സ്ഥലത്ത് ഒരു 5 മുസ്ലിം തൊഴിലാളി ഉണ്ടായാൽ മതി. എന്നാ 10 ആളെ ആ ജോലി നിർവഹിക്കാൻ സാധിക്കും. ആ നിലക്കുള്ള മഹത്തായ നിർദ്ദേശങ്ങളാണ് ജീവിതത്തിന്റെ ഒരു പഴുത് വരെ സ്നേഹിതന്മാരെ ഉപേക്ഷിക്കാതെ എല്ലാ രംഗത്തും നിയമങ്ങൾ ഇസ്ലാം മത വിശാലമായ നിയമങ്ങൾ നൽകാണ്. പക്ഷേ പൂച്ചക്കാര് മണികെട്ടെന്ന് ചോദിച്ച മാതിരി ഇതൊക്കെ ആര് ജീവിതത്തിൽ പകർത്തും എന്ന് നിൽക്കണ്ട എന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് എല്ലാ രംഗത്തും മുസ്ലിങ്ങൾ മാതൃകയാവണം. അവരുടെ പെരുമാറ്റ മര്യാദകൾ തൊഴിലാളികൾ തന്റെ മക്കളെ മാതിരി കാണുക. അവ അതിനനുസരിച്ച് പെരുമാറുക. തൊഴിലാളികളോ മുതലാളിയെ തന്റെ പിതാവിന്റെ മാതിരിയും കാണാം. അങ്ങനെ കാണണമെന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ മഹത്തായ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള മഹത്തായ ഭാഗ്യം പഠിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി സൽസ്വഭാവികളായി ജീവിച്ച് മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ സ്നേഹം നിറഞ്ഞ പ്രിയം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിക്കൊള്ളുന്നു. 1-2 സംശയങ്ങളുള്ളത്. ഇപ്പൊ വീട്ടില് ഭാര്യയും ഭർത്താവും പിതാവിനെ തുടർന്ന് നിസ്കരിക്കാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യയും പിതാവും തുടർന്ന് നിസ്കരിക്കാണ്. ഇങ്ങനെയൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും ഭാര്യക്കും ഭർത്താവിനും ഒരേ സൊഫിൽ നിന്ന് പിതാവിനെ അല്ലെങ്കിൽ സഹോദരൻ എങ്ങനെ തുടരാൻ പറ്റുമോ? അതിലെ സ്ത്രീ ഒരുത്തിയാണെങ്കിലും പിന്നിലാണോ നിൽക്കേണ്ടതെന്ന്. അതായത് വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുണ്ട് ഇസ്ലാമില്. ആ വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീ പുരുഷന്മാര് ഒരേ സൊഫിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ഇസ്ലാം മതം വിരോധിച്ചിട്ടില്ല, നിസ്കാരത്തെ ബാധിക്കൂല. എത്രത്തോളം എന്നാൽ ബുഖാരിയൊക്കെ ധരിച്ച ഹദീസ് കാണാം, അതുപോലെയുള്ള പ്രബല ഹദീസ് കാണാം. ഈ ഉമ്മു ദർദ എന്ന മഹദി പള്ളിയിൽ വരും ഭർത്താവ് അബൂ ദർദാന്റെ കൂടെ. എന്നിട്ട് പുരുഷന്മാരെ വഴി തന്നെ നിന്നുങ്ങാണ്ട് ആ ഉമ്മു ദർദ നമസ്കരിക്കാറുണ്ടെന്നാ. അപ്പൊ ഒരിക്കല് ഭർത്താവ് അബൂ ദർദ പറഞ്ഞു, നീ ഇങ്ങോട്ട് പിന്നിലേക്ക് നിന്നാളാണ്, അതാണ് നബിന്റെ ചര്യ, അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞ് പിന്നെ അവര് പുരുഷന്മാർ അന്യ പുരുഷന്റെ വഴി നിന്ന് പിന്നെ നിസ്കരിക്കാൻ തുടങ്ങിയെന്നാ. ഇത് വളരെ സ്ഥിരപ്പെട്ടതാ. അപ്പൊ ചില സഹാബി വനിതകള് അന്യ പുരുഷന്റെ വരി തന്നെ നിസ്കരിച്ചിട്ടും ആ നിസ്കാരം ദുർബലമായി എന്ന് ഹദീസ് പറയുന്നില്ല. എങ്കിലും അന്യ പുരുഷന്മാരുടെ കൂടെ നിസ്കരിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ നിസ്കരിച്ചാല് നിസ്കാരത്തെ ബാധിക്കുമെന്ന് മദ്ഹബിന്റെ അഭിപ്രായമുണ്ട്. അതേ സമയത്ത് വീട്ടില് ഈ രക്തബന്ധമുള്ള സ്ത്രീ പുരുഷന്മാർ, രക്തബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായവര് ഒരേ വരിയിൽ നിന്ന് നിസ്കരിച്ചാൽ വിരോധമൊന്നുമില്ല. എങ്കിലും സുന്നത്ത് എങ്ങനെയാണ്? പിതാവിനെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മകളും മരുമകനും നിന്ന് തുടരുകയാണെങ്കിൽ മരുമകൻ പിതാവിന്റെ അടുത്ത് തന്നെ നിൽക്കുക, വലത് ഭാഗത്ത് ഏറ്റവും അടുത്ത് നിൽക്കുക. സ്ത്രീ ഒറ്റക്ക് നിൽക്കലാണ് സുന്നത്ത്, ഒറ്റ വരിയായിട്ട്. കാരണം ഇസ്ലാമിലെ മൗലിക തത്വം അൽ മറത്തു തഖൂനു സഫന്ന, പെണ്ണ് ഒറ്റക്കാണെങ്കിലും ഒരേ വരിയായിട്ട് പരിഗണിക്കപ്പെടും എന്നാണ്. ഇതിന് ഹദീസിന്റെ പിൻബലമുണ്ട്. അനസ് റളിയല്ലാഹു പറയാണ്, സല്ലാ ബിനാ റസൂൽ, ഒരിക്കൽ നബി ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെയുമായി നിസ്കരിച്ച്, വ കുന്തു അന വൽ യതീമു ഖൽഫഹു, ഞാനും ഒരു അനാഥ കുട്ടിയും നബിന്റെ പിന്നിൽ നിന്ന് ഒരു വരിയായിട്ട്, വ ഉമ്മു സുലൈം ഖൽഫന, എന്റെ അനസ്വല്ലാന്റെ മാതാവാണ് ഉമ്മു സുലൈം, ആ ഉമ്മു സുലൈമിന്റെ ഉമ്മ പിന്നിൽ ഒറ്റയ്ക്ക് ഒരു വരിയായിട്ട് നിന്ന് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ പ്രബല ഹദീസാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പെണ്ണ് ഒരു സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ സഹോദരിയാണെങ്കിലും
സഹോദരന്റെ കൂടെ ഒരേ സഫിൽ നിസ്കരിക്കലല്ല സുന്നത്ത്, അവൾ ഒറ്റക്ക് നിൽക്കലാണ്. ഒറ്റക്ക് നിന്നാൽ തന്നെ അത് സുന്നത്തായിട്ട്, അതാണ് യഥാർത്ഥ സുന്നത്ത്. ഇനി ഒന്നിച്ച് നിന്നോണ്ട് അത് നിസ്കാരത്തെ ബാധിക്കൂല. സയ്യിദന്മാരെ, ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത് സൂറത്ത് താഹയിലെ ഒരായത്താണ്. അതായത് നമ്മുടെ ആദ്യ പിതാവ് ആദം നബിനെയും നമ്മുടെ ഉമ്മ ഹവ്വാ ബീബിനെയും പഠിച്ച മനുഷ്യനെ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലും തൽക്കാലം ഒരു തോട്ടത്തിലെ താമസിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു, എല്ലാം ഭക്ഷിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഒരു വൃക്ഷം മാത്രം സമീപിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ആ വൃക്ഷത്തെ സമീപിച്ചിട്ടില്ലെങ്കിലും പഠിച്ചോ നമ്മളെ ഭൂമിക്ക് ജീവിക്കാൻ വിടുമല്ലോ. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് അറിയും ചെയ്യാലോ, അള്ളാഹ് സൂക്ഷ്മജ്ഞാനിയാണ്. ആദമും ഹവ്വയും ആ പഴം പറിച്ച് തിന്നുമെന്ന് അള്ളാഹ്ക്കറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തത്? അതിന്റെ ഉദ്ദേശ ലക്ഷ്യമാണ് നാം കഴിഞ്ഞ കുറച്ച് മുമ്പ് വിശദീകരിച്ചത്. ഇനി മറ്റൊരു പ്രധാന ഉദ്ദേശം, അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹ് വിശദീകരിക്കണ ആയത്താണത്. അള്ളാഹ് പറയാണ് ഫഅകല മിൻഹ. അങ്ങനെ പിശാചി വസ്വാസ് ഉണ്ടാക്കിയപ്പോൾ ആ വസ്വാസിന് മനുഷ്യനെ ദേഹച്ചുണ്ടല്ലോ, ദേഹച്ചല്ലെങ്കിൽ പിശാച്ചിനൊന്നും ചെയ്യാൻ പറ്റൂല. ആ ദേഹച്ചക്ക് കീഴ്പ്പെട്ടിട്ട് ആദമും ഹവ്വയും ആ പഴം പറിച്ചു തിന്ന്, വിലക്കിയ പഴം പറിച്ചു തിന്ന്. എന്നിട്ട് അള്ളാഹ് പറയാ ബദത്ത് ലഹുമാ സൗആതുഹുമാ. ആ പഴം ആദമും ഹവ്വയും പറിച്ചു തിന്നപ്പം അവർക്ക് അവിടെ നഗ്നത വെളിവായി. ഇവിടെ പല വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു വ്യാഖ്യാനം പറയുന്നത് ആദ്യം ആ നഗ്നതന്റെ സ്ഥാനത്ത് ഒരു തരം പ്രകാശമായിരുന്നു എന്നാം. ഈ വിലക്കപ്പെട്ട കരി തിന്നപ്പോൾ ആ പ്രകാശം പോയി, അങ്ങനെ അവർക്ക് നഗ്നത വെളിവായി നാം. രണ്ടാമത്തെ വ്യാഖ്യാനം ചെറിയ കുട്ടികൾ നഗ്നത മറിച്ചിട്ടില്ലെങ്കിലും അവർക്ക് നഗ്നതന്റെ രഹസ്യവും വികാരമില്ലാത്ത കൊണ്ട് അവർക്ക് ലജ്ജൊന്നും തോന്നൂലല്ലോ. അപ്പൊ ആദ്യം തന്നെ അവർ പരിപൂർണ നഗ്നരാണ്. പക്ഷെ ഈ പഴം പറിച്ചു നിന്നപ്പോ അവർക്ക് വികാര ഉത്തേജനം ഉണ്ടായി നാം. അപ്പൊ നഗ്നതന്റെ രഹസ്യം അവർക്ക് മനസ്സിലായി, അങ്ങനെ അവരുടെ നഗ്നത വെളിവായി എന്ന്. മറ്റൊരു വ്യാഖ്യാനം കൂടി ഇമാം റഷീദുള്ള പല പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. അതായത് മനുഷ്യന് രണ്ടു തരം നഗ്നത ഉണ്ട്. ഒരു നഗ്നത ബാഹ്യമായ നഗ്നത തന്നെ, രണ്ടാമത് നമ്മുടെ അഭിമാനക്ഷതം. അഭിമാനത്തിന് ക്ഷതം വരിക, അതാണ് ഏറ്റവും വലിയ നഗ്നത. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ അല്ലാഹ് പറഞ്ഞത്, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസ യുവാരി സൗആതികും വരീശൻ വലിബാസു തഖ്വ ദാലിക ഖൈർ എന്നാണ്. ആദമിന്റെ മക്കളെ, നിങ്ങൾക്കുള്ള ബാഹ്യ നഗ്നത മറക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയെന്ന് പറഞ്ഞ വസ്ത്രം കണ്ടുപിടിക്കാനുള്ള നിർമ്മിക്കാനുള്ള ബുദ്ധിയും അസംസ്കൃത വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് ഇറക്കി തന്ന്, അല്ലെ ആകാശത്ത് വസ്ത്രം ഇട്ട് തന്നല്ല. വരീശൻ, പിന്നെ നിങ്ങളെ ഭംഗി കൂട്ടാൻ വേണ്ടി വളരെ അലങ്കാര വസ്തുക്കളും പല അലങ്കാര വസ്തുക്കളും ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന്. എന്നിട്ട് അല്ലാഹ് പറയാണ് വലിബാസു തഖ്വ ദാലിക ഖൈർ. എങ്കിലും തിന്മനെ സൂക്ഷിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രമാണ് ഏറ്റവും വലിയതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 2-3 ഉദ്ദേശമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, വിലക്കപ്പെട്ട ആ കനി ആണ് അള്ളാന്റെ കൽപ്പന നിഷേധിച്ചപ്പോൾ ഒരിക്ക് അഭിമാനക്ഷത ഉണ്ടായിരുന്ന. എന്നിട്ട് അല്ലാഹ് പറയുന്നത് നഗ്നത വെളിയായപ്പോൾ വറക്കിൽ ജന്ന, ആ സ്വർഗത്തെ ആ തോട്ടത്തിലെ ഈ ഇലകൾ പറിച്ചെടുത്തിട്ട് ആദമും ഹവ്വയും നഗ്നത മറക്കാൻ തുടങ്ങിയെന്ന. എന്നിട്ട് അല്ലാഹ് പറയാ ഫഅസാ ആദമു റബ്ബഹു, അങ്ങനെ ആദം തന്റെ റബ്ബിനെ ധിക്കരിച്ച് ഫഅവ, അങ്ങനെ വഴികെട്ടിലായി എന്ന് പറഞ്ഞു. വലിയൊരു തത്വമാണ് സ്നേഹിതന്മാരെ ഇവിടെ ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നഗ്നത വെളിവാണ്. ഏതാ ഏറ്റവും വലിയ നഗ്നത? അഭിമാനക്ഷതം എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു ശരിക്ക് ബുർഖയൊക്കെ ധരിച്ചിട്ടുണ്ട്, എല്ലാ ഇസ്ലാമിക വേഷത്തിലോ ധരിക്കുന്നത്. പക്ഷെ അന്യ പുരുഷനുമായി അവളൊരു ബന്ധം സ്ഥാപിച്ച് ഇങ്ങനെ മോശമായതാൽ പിന്നെ ഫർദോണ്ട് ഫലമുണ്ടോ? അല്ലെങ്കിൽ പുരുഷന് നല്ല നീണ്ട താടിയുണ്ട്, നിസ്കാരത്തായും ഒക്കെ ഉണ്ട്, മുട്ടുവരെയാണ് തുണി എടുക്കുന്നത്. പക്ഷെ അയാളെ കുറിച്ച് ആ സമയത്ത് ഇന്ന മൗലവിനെ ഇന്ന വീട്ടിൽ നിന്ന് പിടികൂടി 3 മണിക്ക് പിടികൂടി എന്ന് പറഞ്ഞാൽ ആ താടി കൊണ്ടും ആ വസ്ത്രം കൊണ്ടൊക്കെ വലിയ ഫലമുള്ള സ്നേഹിതന്മാര് അയാൾ നഗ്നനായില്ലേ? ആ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് അതാണ്, നമ്മുടെ നഗ്നത വെളിവാകാം. പലപ്പോഴും ഈ തുണിയാണ് മാറി നഗ്നത വെളിവായി. അതിനേക്കാളൊക്കെ ഗൗരവമാണ് നമ്മളൊരു അഴിമതി കേസിൽ പിടികൂടി, അല്ലെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാര് നമ്മളെ ബന്ധം ഉണ്ടായി, ഇങ്ങനെ അല്ലെങ്കിൽ കോഴ വാങ്ങി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനക്ഷത ഉണ്ടാകുകയാണ്. അങ്ങനെ ക്ഷത ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്യും? അതാണ് തോട്ടത്തിലെ ഇലകൾ പറിച്ചിട്ട് നഗ്നത മറക്കാൻ തുടങ്ങിയതിനോട് റഷീദുള്ളാഹിന്റെ ഉദ്ദേശം അതാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ന്യായീകരണത്തിനും മന്ത്രിമാരൊക്കെ രംഗത്ത് വരും. കൈകൂലി വാങ്ങി അല്ലെ കോഴ വാങ്ങിയൊക്കെ കഴിഞ്ഞാൽ 1,86,000 76,000 കോടിന്റെ അഴിമതിയാണ്. അങ്ങനെയൊക്കെ അഴിമതി നടന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ചിലപ്പോൾ നമ്മക്കെന്നെ മനസ്സിലാവും ഒരു പറയുന്ന വാദം പുൽക്കൊടിയാണ്. അപ്പൊ അതുപോലെ ഇലകൾ പറിച്ചിട്ട് ആ നഗ്നത മറച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യനാ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് തന്നെ തോന്നും ആ പറയുന്നത് ശരിയല്ല, അത് വെട്ടിത്താണ് മന്ത്രി പറഞ്ഞത് എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ പുൽക്കൊടി എടുത്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതല്ല വേണ്ടത്. പരമാവധി നമ്മൾ അള്ളാഹ് ഈ കഥയിലൂടെ ഉണർത്തുന്നത് ആദമിന്റെ ഹവ്വാന്റെ മാതിരി ആ അള്ളാന്റെ കൽപ്പന നിർദ്ദേശിച്ച് വിലക്കപ്പെട്ടത് അനുഭവിക്കാൻ അല്ല വേണ്ടത്. പരമാവധി പടച്ചോന്റെ നിയമങ്ങൾ ഓരോ ഓഫീസിലും, ഇനി ഗവൺമെന്റിൽ ഓഫീസ് ഉണ്ടാവും, നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങളൊക്കെ പരമാവധി നമ്മൾ മറികടക്കാതിരിക്കുക. മറികടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നഗ്നത വെളിവാകാണ്. ഏറ്റവും വലിയ നഗ്നത സ്നേഹിതന്മാരിതാണ്, അഭിമാനക്ഷതമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലിബാസു തഖ്വ ദാലിക ഖൈർ. അതാണ് കേട്ടോ തഖ്വയാവുന്ന വസ്ത്രം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വസ്ത്രം. മറ്റേതൊക്കെ ഒരു പരിധിയാണ്. പാച്ചന്മാരൊക്കെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് കന്യാസ്ത്രീ നല്ല വസ്ത്രമുണ്ട്, പക്ഷേ ഒരു വേണ്ടാത്ത ഒരു കേസ് അവരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയാൽ ആ തോള കൊണ്ടും നമ്മുടെ നീണ്ട താടി കൊണ്ടും ആ വലിയ കുപ്പായം കൊണ്ടൊക്കെ ഫലമുണ്ടോ സ്നേഹിതന്മാര്? ആ പെണ്ണ് നല്ല ബുർഖ ധരിച്ച് മൊക്കനിട്ടിട്ട് ഫലമുണ്ടോ? അപ്പൊ പരമാവധി നമ്മൾ ശ്രമിക്കേണ്ടത് ഈ നഗ്നത, ഇത്ര നഗ്നത വെളിവാതായിരിക്കാണ്. ആ തത്വമാണ് ഈ സംഭവത്തിലൂടെ പടച്ചോൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മൾ പ്രത്യേകം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റ് ചെയ്താൽ നമ്മുടെ ഏറ്റവും വലിയ നഗ്നത വെളിവാകാണ്. ആ നഗ്നത വെളിവാതിരിക്കാൻ കാര്യമായി ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് നമ്മളെങ്ങോട്ട് വിടുകയാണ്. ആദ്യം നമ്മൾ ആ മാതാപിതാക്കളെ ഈ മഹത്തായ തത്വം പഠിപ്പിച്ചു വിടുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പഠിത്താം. പഠിച്ചാൽ ഇതിന് മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പടച്ചവനെ, മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് മതവും ഭൗതികവുമായ ധാരാളം ജോലികളും കടപ്പാടുകൾ ചെയ്തു തീർക്കേണ്ടവരാണ്. അല്ല, ശാരീരികവും സാമ്പത്തികവും മാനസികമായ ഐശ്വര്യ ഇഫത്തിന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പടച്ചവനെ, ഞങ്ങൾ രോഗികളായി ആസ്പത്രിയിലും വീടുകളിലും സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും ബന്ധുക്കൾക്കും നിന്റെ മഹത്തായ ശിവ കാരണം രോഗശമനം കാരണം അവർക്ക് രോഗശമനം നൽകണമേ. പഠിച്ച ഞങ്ങളിൽ നിന്ന് അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും നിന്റെ മഹത്തായ റഹ്മത്ത് കാരണവും പാപമോചനം കാരണവും ഇവിടെ ഖബർ ജീവിതവും പരലോക ജീവിതവും ഐശ്വര്യം നിറഞ്ഞതും പ്രകാശം നിറഞ്ഞതുമാക്കണമേ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരു കൂട്ടം സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടം നരകത്തിലേക്ക് വിധിൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിധിൽക്കുന്ന കൂട്ടത്തെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين.